മോനായി നീ ഇത് കണ്ടോ? ഇതാണ് മൈൻഡ് കൺട്രോൾ ബി റോബോട്ട്. ഇതേതൊരു റോബോട്ടിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ ചെവി വഴി അകത്തേക്ക് കടന്ന് ബ്രെയിനിലേക്ക് എത്തും. അതിനുശേഷം ബ്രെയിൻ എല്ലാം തന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ആ റോബോയെ സ്വന്തമാക്കാം. നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇവള് പറയുന്നത് വളരെ ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഓഹോ, ഈ തേനീച്ച എവിടെ നിന്നാ വന്നത്? ബോസ് സൂക്ഷിക്കണം കേട്ടോ, ഇത് നന്നായിട്ട് കടിക്കുന്ന ജീവിയാ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്കാം. എനിക്ക് ഒരു മിനിറ്റ് തരൂ ബോസ്. ഞാൻ ഇതിനെ ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കിയേക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളെ കടിക്കും ബോസ്. ഇപ്പൊ കാണിച്ചു തരാം. ആരെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കാം. ഞാൻ രക്ഷിക്കാം ബോസ്. ഞാൻ അതിനെ അടിച്ച് ചമ്മന്തിയാക്കും. നിങ്ങൾ അനങ്ങാതെ അവിടെ തന്നെ നിന്നോളൂ ബോസ്. നിർത്തുന്നുണ്ടോ? ഞാനാ പറയുന്നത് നിർത്താൻ. ഞാൻ നോക്കിയാലേ ആ തേനീച്ച നിങ്ങളെ കൊല്ലും. ഞാൻ രക്ഷിക്കുന്നത് വരെ എനിക്കിനി ഉറക്കമില്ല ബോസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ബോസ്, ഞാൻ അതിനെ അടിച്ചു കൊന്നു കഴിഞ്ഞു. നിങ്ങൾ രക്ഷപ്പെട്ടു ബോസ്, നിങ്ങൾ ഇപ്പൊ സേഫ് ആണ്. ഞാൻ രക്ഷപ്പെട്ടത് ശരിയാ, പക്ഷെ നീ രക്ഷപ്പെടാൻ പോണില്ലടാ. എന്തായി കാണിക്കുന്നേ? എന്തിനാ വെറുതെ എന്നെ തല്ലുന്നത്? ഞാൻ കഴുതി, അല്ലാതെ കുതിരയൊന്നുമല്ല. ഇത്ര സ്പീഡൊക്കെ ഉള്ളൂ. നിങ്ങള് പോയൊരു റൗണ്ട് അടിച്ചിട്ട് വാ. ഞാനിവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കട്ടെ. ബോസ്, ബോസ്, നമ്മുടെ മിഷൻ വിജയിച്ചിരിക്കുകയാണ്. മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ആ ബി അവന്റെ ചെവി കൂടെ തലയ്ക്കകത്തേക്ക് കേറി കഴിഞ്ഞു. ഇനി ആ റോബോട്ടിനെ ആർക്കും രക്ഷിക്കാനാവില്ല. ഇനി എന്റെ സ്വന്തമാണ്. നിങ്ങളൊരു ജീനിയസ് ആണ് ബോസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. ഇത് ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടാണല്ലോ. ഇപ്പൊ തന്നെ ഇത് ബോസിനോട് പറഞ്ഞേ പറ്റൂ. ഇനി ആ ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നീ അതിൽ കയറിയിരിക്ക, എന്നിട്ട് വെള്ളത്തിന്റെ അടിയിലൂടെ ചെല്ല്. പ്രേം സഹായുടെ റോബോട്ടിന്റെ അടുത്തെത്തുമ്പോൾ നീ ആ റെഡ് ബട്ടൺ അമർത്തുക. എന്നിട്ട് പറയുക, നിന്റെ എതിര് നിൽക്കുന്നവനെ പിടിക്കുവാൻ. അപ്പൊ നമ്മുടെ റോബോട്ട് അവനെ പിടിച്ചിട്ട് ഇതാ ഈ ഹോളിനടുത്തേക്ക് കൊണ്ടുവരും. മനസ്സിലായോടാ? നിങ്ങളുടെ ജീനിയസ് ആണ് ബോസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. എങ്കിൽ ഞാനൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയേക്കാം. ഫൈനലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ ബട്ടൺ അല്ല, ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടല്ലേ എതിരെ നിൽക്കുന്നവരെ പിടിക്കൂ എന്ന് പറയേണ്ടത്. Yes, you are right. നിന്റെ എതിരെ നിൽക്കുന്നവനെ പിടിക്ക. എടാ, എന്നെ വിടാ.
ടിംബക്ടു, നീ എന്നെ ഇങ്ങനെ കറങ്ങല്ലേടാ. എടാ എടാ നീ എന്ത് മണ്ടത്തരമാടാ ഈ കാണിക്കുന്ന? എടാ വിടാ, എന്നെ രക്ഷിക്കോ. എന്നെ ഇവൻ കൊല്ലുമല്ലോ. വീർ, നിനക്ക് ഇത്തരം സ്കൂബ ഡൈവിംഗിന്റെ സൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ കൈവശം ഡീപ് സീ ഡൈവിംഗ് സൂട്ടുണ്ട്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഡൈവിംഗ് സ്യൂട്ട് ഓൺ. വീർ, ഇമ്മിലി ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ, ബൈ. കണ്ടില്ലേ എന്ത് നല്ല ഡയമണ്ടാ. അതിന്റെ അടുത്ത് പോയി കാണാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. നമുക്കത് എക്സിബിഷനിൽ കാണാലോ. ഫുർസത് ഗഞ്ചിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വിലയുയർന്ന റെഡ് ഡയമണ്ടിന്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ ജനങ്ങൾ ഇവിടെ കൂട്ടമായി കൂടി നിൽക്കുകയാണ്. റെഡ് ഡയമണ്ട്. എടാ ടിംബക്ടു, ഈ നിമിഷം ഞാൻ എന്താണ് ആലോചിക്കുന്നതെന്ന് ഒന്ന് ഊഹിച്ചു പറ. എന്ത് മണ്ടത്തരാണ് ഈ കാണിച്ചു കൂടുന്നത്? ബോസ് ബോസ്, എനിക്ക് നിങ്ങളുടെ തലയ്ക്കകത്തുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ ആലോചന എന്താണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും? ഒറ്റപ്പല്ല, നീ ഒരു മരമണ്ടനാണ്, മണ്ണുണ്ണിയാണ്, ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ആണ്. ഞാനൊരു ഡയമണ്ട് റോബർ നട്വർലാലിനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഈ ഡയമണ്ട് അടിച്ചു മാറ്റുമെന്ന് ചലഞ്ച് ചെയ്യും. ഫുർസത് ഗഞ്ചിലെ ഈ ഡയമണ്ടിനെ രക്ഷിക്കാനായി നമ്മുടെ പ്രേം സഹായുടെ റോബോട്ട് അവിടെ എത്തിച്ചേരും. അപ്പോ നമുക്ക് അവനെ മടക്കി കൂട്ടി പോക്കറ്റിലാക്കാം. നിങ്ങൾ ജീനിയസാ, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഞാൻ ഫുർസത് ഗഞ്ചിൽ നിന്നും ആ റെഡ് ഡയമണ്ട് എന്തായാലും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കും. തടയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞോളൂ. ഇതെന്റെ ഒരു ഓപ്പൺ ചാലഞ്ചാണ്. ഈ നട്വർലാലിനെ ഇന്നേ വരെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും പിടിക്കാൻ സാധിക്കുകയുമില്ല. ഒരു പക്ഷേ അവൻ ആ റെഡ് ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ പിന്നെ ഫുർസത് ഗഞ്ചിന് അത് വലിയ അപമാനമായി തീരും. അപ്പൂപ്പ, ഞാൻ അവിടെ പോയി എല്ലാം നന്നായി ശ്രദ്ധിച്ചോളാം. നമ്മുടെ ഈ നാടിന് ഒരിക്കലും ചീത്തപ്പേര വരാൻ ഞാൻ സമ്മതിക്കില്ല. വാവ്, ആ ഡയമണ്ട് കാണാൻ എന്ത് ഭംഗിയാ. ആ കള്ളനെ ഇവിടെ എവിടെങ്കിലും കാണും. മുന്നു പഴയ ബംഗ്ലാവ് അടുത്തുള്ള മാവിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോയതാ. അപ്പൊ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഇവനെ അവിടുന്ന് ഓടിച്ചു വിട്ടു. എന്റെ മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശിക്ക് നല്ല മധുരമുള്ള മാങ്ങ കൊടുക്കാനാണ് എന്റെ ആഗ്രഹം. പക്ഷേ അങ്കിൾ പറയാ ആ ട്രീ അങ്കിളിന്റെയാണ്. ആ ബംഗ്ലാവിലാരും താമസിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ അവിടെ ഒരു പുതിയ ആള് വന്നേ? കുറച്ചു ദിവസം മുന്നേ വന്നത്. ആ ബംഗ്ലാവ് അയാൾ വാങ്ങിയതാ. പക്ഷേ ആ മരം ബംഗ്ലാവിന്റെ പുറത്തല്ലേ? അപ്പൊ അതെങ്ങനെ അയാളുടെ മരമായി മാറുന്നേ? എല്ലാരും പറയുന്നത് ആ മനുഷ്യൻ കുട്ടികളൊന്നും അങ്ങോട്ട് കേറാൻ സമ്മതിക്കില്ലെന്നാ. ജിണ്ടു, ഇനി ആ മാവിൽ നിന്ന് മാങ്ങ എടുത്ത് മുന്നൂന് കൊടുക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ ചെയ്യാലോ? അമ്മേ, ഇവിടെ ഉണ്ടായിരുന്ന മരം എവിടെ പോയി? ജിണ്ടു, നമ്മൾ ഇങ്ങനത്തെ മാജിക്കുകൾ കാണിക്കാൻ പാടില്ല. വേഗം ഈ മരം തിരിച്ചയക്ക്. ആൾക്കാർ എന്തെങ്കിലും ചോദിച്ചാ എന്താ പറയാ? ഞാനെന്തോ സ്വപ്നം കണ്ടതാണെന്ന് തോന്നുന്നു. ഈ മരം ഇവിടെ തന്നെ ഉണ്ടല്ലോ.
വണ്ടിക്ക് ആ മാങ്ങ പറിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കിരുന്ന് നോക്കാം. ഹായ്, അടിപൊളി. ഇത്തവണ വളരെ വലിയ മാങ്ങകളാണല്ലോ ഉണ്ടായിരിക്കുന്നേ. ഈ ഫെൻസ് ആരാ ഉണ്ടാക്കിയത്? അതുകൊണ്ടല്ലേ മരം അകത്തായി പോയത്. അതെ, ഈ മരം നേരത്തെ പുറത്തായിരുന്നല്ലോ. ഏയ്, ഈ ഫെൻസ് ഞാൻ ഉണ്ടാക്കിയതാ. ഈ മരം എന്റേതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിലേ ഞാൻ ബട്ടർഫ്ലൈയെ നിങ്ങളുടെ 3 പേരുടെ നേരെ പറഞ്ഞു വിടും. മനസ്സിലായോ? ഈ മരം ഞങ്ങളുടേതാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇതിന്ന് മാങ്ങ കഴിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈനൊന്നും പേടിയില്ല. ബട്ടർഫ്ലൈയുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുന്നോ? ഈ ബട്ടർഫ്ലൈനൊക്കെ പിടിച്ചിട്ടേ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഞെരുക്കി കൊല്ലും ഞാൻ. ബട്ടർ അല്ല, ബട്ടർ ഇങ്ങനെയാണെങ്കിൽ ഫ്ലൈ അപ്പൊ എങ്ങനെയായിരിക്കും? ഫ്ലൈ